ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ആസ് യൂഷ്വൽ ടയേർഡാണ്, സ്വാഭാവികമാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലോർ ടീം അവരുടെ ഡ്യൂട്ടി ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. ആദ്യം നൂറയുടെ അടുത്ത് പറഞ്ഞപ്പോൾ രാത്രിയിൽ പതുക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും വീണ്ടും 3 ക്യാപ്റ്റന്മാരും കൂടെ ഇവരുടെ പുറകെ നടന്ന് ചൊറിഞ്ഞു പലപ്പോഴായിട്ട്. അപ്പം നൂറ പറഞ്ഞു ചെയ്യാൻ സൗകര്യമില്ല. അപ്പോൾ ഉടനെ തന്നെ അക്ബർ പറഞ്ഞു നിങ്ങൾക്കെങ്കിൽ ഭക്ഷണം തരില്ല, ഇവിടെ ഡ്യൂട്ടി ചെയ്താലേ ഭക്ഷണം തരൂ എന്നൊരു വാക്ക് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. സത്യം പറഞ്ഞാൽ നൂറ എല്ലാത്തിനെയും കൂടെ എടുത്തങ്ങ് ഉടുത്ത് കളഞ്ഞു കേട്ടാ. ഈ നെവിനൊക്കെ എവിടെ പോയെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾ ലൈവ് കണ്ടായിരുന്നു? നെവിനെ കാണാനേ ഇല്ലെന്ന്. നെവിൻ വാ തുറന്ന് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം നൂറയുടെ അടുത്ത് ചിലയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നൂറ നാക്ക് കൊണ്ട് കാലേ വാരി തൂക്കി തറയിലടിക്കും. കാരണം നൂറയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു നിൽക്കാനും അറിയാം, പോയിന്റ് അടിക്കാനും അറിയാം. ഈ അക്ബർ ഉണ്ടല്ലോ, അക്ബർ നൂറയുടെ അടുത്ത് സംസാരിച്ച് നിന്നിട്ട് ഇന്നസെന്റ് ചരിഞ്ഞൊരു പോക്ക് പോവും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോകും. കാരണം നൂറയുടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ലൈവ് കണ്ട് സത്യം പറഞ്ഞാൽ കോമഡി ആയിരുന്നു. വലിയ കാര്യത്തിൽ പോയി പറഞ്ഞാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന്. അപ്പം നൂറ പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ തന്നാലും എനിക്ക് വേണ്ട, നിങ്ങൾ തന്നാലും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് ഉണ്ടാക്കി കഴിക്കാൻ എനിക്കറിയാം, നിങ്ങൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നടാവേ നാട്ടിച്ച് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചൊട്ടിച്ച് കളഞ്ഞു കേട്ടോ ഒറ്റയ്ക്ക്. അവിടെ ആര്യൻ സംസാരിച്ച് നോക്കി, അക്ബർ സംസാരിച്ച് നോക്കി, നെവിൻ മിണ്ടണില്ലെന്നേ, പേടിച്ച് മിണ്ടാതെ അങ്ങോട്ട് പതുങ്ങി പോണ് നെവിൻ. സംഭവം ഫ്ലോറിലെ ഡ്യൂട്ടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ന്യൂറ ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറയുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഡ്യൂട്ടി ചെയ്യണം. എല്ലാവരും ടാസ്ക് ചെയ്തവരാണ്. ഇപ്പോൾ കിച്ചൺ ടീമിൽ ഡ്യൂട്ടി ചെയ്യുന്നവരും ടാസ്ക് ചെയ്തവരാണ്. തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷെ ന്യൂറ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോ, എന്നിട്ട് നിങ്ങൾ ഭക്ഷണം ഇന്ന് കഴിച്ചില്ലേ എന്ന് ന്യൂറ ചോദിക്കുന്നുണ്ട്. ഇന്നലെ സത്യം പറഞ്ഞാൽ കിച്ചൺ ടീം ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ല. അത് കാരണം ഗ്യാസ് ട്രബിളിന്റെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഇവരൊക്കെ പിൽസ് എടുക്കുകയാണ്. അത്രയും ബുദ്ധിമുട്ടുണ്ടായി ആക്ച്വലി. ഇന്നലെ വൈകുന്നേരമാണ് ഇവർ ലാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്. പിന്നീട് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ നൂറ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ ഫുഡ് വേണ്ടെന്ന് വെച്ചു, നിങ്ങൾ കഴിച്ചില്ലേ ഫുഡ്? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ കാര്യം പറയാൻ പറ്റും? ഞങ്ങൾ രാത്രി ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നിങ്ങൾ വന്ന് ഈ ഒരു അഹങ്കാരത്തിൽ ഇങ്ങനെ ഉത്തരവിട്ട് കഴിഞ്ഞാൽ അനുസരിക്കാൻ സൗകര്യമില്ല. അത് നിങ്ങൾ ഓക്കെ ആയിരുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ അനുസരിക്കുമായിരുന്നു. നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ ചെയ്യുമെന്നാണ് നൂറ പറഞ്ഞത്. അതൊരു പോയിന്റാണ്. ബട്ട് സ്റ്റിൽ ഡ്യൂട്ടീസ് എല്ലാവരും ചെയ്യണം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഭക്ഷണം ആർക്കും നിഷേധിക്കാൻ പാടില്ല. ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ അത് വിലയിരുത്തേണ്ടത് ജനങ്ങളും ബിഗ് ബോസുമാണ്. ഒരാളുടെ ഭക്ഷണം നിഷേധിക്കാനൊന്നും കിച്ചൺ ടീമിനോ അവിടെയുള്ള ഹൗസ് ക്യാപ്റ്റനോ ഒന്നും തന്നെ ഒരു അധികാരവും അവകാശമില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.